ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയും അതിനുശേഷം നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. വൈജ ബബിതയ്ക്കും കൃഷ്ണയ്ക്കും ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ സമയത്ത് ബബിത ചോദിക്കുന്നുണ്ട്, അമ്മ ഹോസ്പിറ്റലിൽ പോയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്, എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് വൈജ. അമ്മയ്ക്ക് അസുഖമൊക്കെ ഉണ്ട്, പക്ഷേ അതിന് ചികിത്സയില്ല എന്ന് പറയണ ആ സമയത്ത് കൃഷ്ണ എനിക്ക് എന്ത് രോഗത്തിനാണ് ചികിത്സ ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ഈ രോഗത്തിന് തന്നെ ബബിതേച്ചി ചോദിച്ചത് എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണേ. ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, അലീനയെ കാണാൻ അമ്മ ഹോസ്പിറ്റലിൽ പോയായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയാണ്. എനിക്ക് മനസ്സിലായിരുന്നു പോകാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വൈജ അപ്പോൾ കൃഷ്ണമോള് പറയുന്നത് ഇതിന് തന്നെയാണ് ചികിത്സയില്ല എന്ന് പറഞ്ഞത്, മനസ്സില്ലാത്തതിന് അമ്മയുടെ മനസ്സ് എവിടെയോ കളഞ്ഞു പോയി ചേച്ചി എന്ന് പറഞ്ഞ് കളിയൊക്കെയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിട്ട് കൃഷ്ണയോട് നിനക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അസുഖമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ എന്ന് പറയണം. എന്നാലേ നീ വരുന്നോ ഹോസ്പിറ്റലിൽ എന്ന് ചോദിക്കണേ. ആ അച്ഛാ ഞാൻ വരുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് റെഡി ആയിക്കോ, 5 മണിയാകുമ്പോൾ നമുക്ക് പോകാം, നിനക്ക് പഠിക്കാനുള്ള ബുക്സും ബാഗും ഒക്കെ നീ എടുത്തോ, ഇന്ന് രാത്രി നീയാണ് അലീനയ്ക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്നത് എന്ന് പറയണം. ഇത് കേട്ടിട്ട് ദേഷ്യം വരെയാണ് വൈജയ്ക്ക്. വൈജ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യം എന്താണ്, അവൾക്ക് കൂട്ടിരിക്കേണ്ട ഗതികേടൊന്നും, ഒരു വീട്ടുവേലക്കാരിക്ക് കൂട്ടിരിക്കേണ്ട ഗതികേടൊന്നും കൃഷ്ണമോൾക്കില്ല, അവളെ കൈതക്കൽ മാളിക വീട്ടിൽ വൈജയന്തിയുടെ മകളാണ് എന്ന് പറയുമ്പോൾ അതേ കൈതക്കൽ മാളിക വീട്ടിൽ ശിവന്റെ മകനാണ്, ശിവശങ്കരമേനോന്റെ മകനാണ് ഇപ്പോൾ അവൾക്ക് കൂട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവനക്ക് നാണമില്ലാത്തത് എൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിക്കുകയാണ്. നിന്റെ കെട്ടിയോന്റെ നാണോ മാനൊന്നും നിനക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറയാട്ടോ ബാലചന്ദ്രൻ. ഇന്ന് കൃഷ്ണമോളെ നിന്നില്ലെങ്കിൽ ഇന്ന് അവൾക്ക് കൂട്ടിരിക്കേണ്ട ബൈസ്റ്റാൻഡർ ഞാനാണ് എന്ന് പറയണം. നിങ്ങൾക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാ എന്ന് ചോദിക്കാണ് വൈജ ബാലചന്ദ്രനോട്. അതുതന്നെയാണ് എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. നിനക്കിത് എന്തിൻ്റെ കേടാണ്, അസൂയാണോ, കുശുമ്പാണോ, അല്പത്തരാണോ, അറിവില്ലായ്മയാണോ, എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ വൈജയോട് കേട്ടോ. ആ സമയത്ത് വൈജ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, കൃഷ്ണമോളെ നീ ഒരു കാര്യം ചിന്തിക്കണം, നീ കുറച്ച് ചിന്തിക്കാനും ഒക്കെ ബുദ്ധിയും ബോധമുള്ള കൊച്ചാണ് എന്ന് പറയണം. അതുകൊണ്ട് എന്ത് കാര്യം ചിന്തിച്ചിട്ട് ചെയ്താൽ മതി, നീ ഇങ്ങനെ നാണം കെട്ടവിടെ പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്തിരി നാണം കെട്ടവളായാൽ മതി എന്ന് പറയാണ് കൃഷ്ണ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ്റെയും മനുവേട്ടൻ്റെയും ഒക്കെ പോലെയുള്ള നാണം മതി, എനിക്ക് അങ്ങനെ ആ ഒരു താഴെ മതി എന്ന് പറയാട്ടോ. അത് കേട്ടിട്ട് വൈജ ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അച്ഛൻ പോകുന്ന സമയത്ത് പറയാം മോളെ, ആ സമയത്ത് നീ നിൻ്റെ ബാഗും യൂണിഫോമും എല്ലാം എടുത്തോ, നാളെ നിനക്ക് നേരെ അവിടെ നിന്ന് സ്കൂളിലേക്ക് പോകാം എന്ന് പറയണം. അത് ഞാൻ ഏറ്റു അച്ഛ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ബബിത അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് വൈജ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഇത് എന്തിനുള്ള പുറപ്പാടാണ്, എന്നെ തോൽപ്പിക്കാനോ അതോ അവളെ ജയിപ്പിക്കാനോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് നിന്നെ തോൽപ്പിക്കാൻ ആർക്ക് പറ്റും വൈജെ, അത് നമ്മൾ കൂടി മനസ്സിൽ ആക്കണം. അതായത് ഞാൻ തോറ്റുപോയി എന്നും ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് കുറച്ച് ബുദ്ധിയും വിവേകം വകതിരിവും ഒക്കെ വേണം എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കില്ല എന്ന് പറയണം. അതിൻ്റെ കുഴപ്പമാണ് ഇത് എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണാവോ കൈതക്കൽ മാളിക വീടിൻ്റെ ഉമ്മറപ്പടിയിൽ വന്നിട്ട് വൈജയെ എനിക്ക് തരണേ എന്ന് കെഞ്ചി കൊണ്ട് അപേക്ഷിച്ചത് എന്ന് ഒരു പരിഹാസ രൂപത്തിൽ ചോദിക്കുകയാണ് വൈജേട്ടോ. വൈജയുടെ ആ ചോദ്യം കേട്ടിട്ട് ബാലചന്ദ്രൻ മറുപടി പറയുന്നുണ്ട്, അന്നേ വെറും വാശി മാത്രമായിരുന്നു എനിക്ക്, ഒരു വിധം പരിഹാസത്തോട് കൂടിയിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ പറയുന്നത്. ഒരു വാശിയായിരുന്നു, ഒരു റിവെഞ്ച്. അന്നേ എനിക്ക് തലയിൽ ഇങ്ങനെ തൊട്ടിട്ട് പറയേണ്ടത് ഇതില്ലായിരുന്നു, എനിക്ക് ബുദ്ധി ഇല്ലായിരുന്നു, തലയ്ക്കകത്ത് വെറും കളിമണ്ണായിരുന്നു എന്നൊക്കെ പറയാണ്. അതുകൊണ്ട് സംഭവിച്ചു പോയ കാര്യമാണ് എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ബാലചന്ദ്രൻ. ഇത് കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് ദേഷ്യം വന്നിട്ട് വൈജ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി റൂമിൽ കയറിയിട്ട് വാതിൽ കൊട്ടിയടക്കുകയാണ്. അത് കണ്ടിട്ട് ബാലചന്ദ്രൻ ഒന്ന് ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ അലീനയും മനുവിനെയാണ്. അവരവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കൃഷ്ണമോൾ പെട്ടെന്ന് അലീന ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. ആ മോളെ എന്ന് വിളിക്കുന്നുണ്ട്, നീ എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെയാണ് വന്നത്, അച്ഛൻ താഴെ വരുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് റൂം നമ്പർ ചോദിച്ച് ഓടി കയറി പോകുന്നതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മനുവിനെ കണ്ടിട്ട് മനുവേട്ടാന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. വേണ്ട നമ്മളൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, മനുവേട്ടനെ ഒരു കത്രിക എടുത്തിട്ട് വയറ്റത്ത് കുത്തിയിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് കിടക്കാൻ പാടില്ലായിരുന്നു, അപ്പോൾ മൈൻഡ് ചെയ്യുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ സൈസിലുള്ള കത്രിക, എനിക്ക് പാകത്തിനുള്ള കത്രിക ഇതുവരെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവളെ ഒറ്റ ഓട്ടം ബാഗൊക്കെ എടുക്കാൻ മറന്നു. അലീന ചോദിക്കുന്നുണ്ട് അത് എൻ്റെ ബാഗല്ലേ എന്ന് ചോദിക്കണം. അവള് ഒറ്റ ഓട്ടം ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുത്തു എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നത് ഞാനത് മറന്നു, അത് ഞാനല്ലേ വീട്ടിൽ നിന്ന് ഓർമ്മിച്ച് ചേച്ചിയുടെ ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചത് എന്ന് പറയുന്നത്. ഒരു വലിയ ത്യാഗം ചെയ്തേക്കുന്നു എന്ന് മനു കളിയാക്കുമ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല, മനുവേട്ടനൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറയണം. നീ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് മനു നീ പൊക്കോ, വീട്ടിലേക്ക് 2 ദിവസം ഉറക്കം ഉളച്ചതല്ലേ, അപ്പോൾ ഇന്നൊന്ന് പോയി കിടന്നുറങ്ങി, ഇന്ന് ഏതായാലും കൃഷ്ണമോൾ ഇവൾക്ക് കൂട്ടിയിരിക്കും എന്ന് പറയുമ്പോൾ നീ നന്നായിട്ട് നോക്കോടി, അല്ലെങ്കിൽ നീ പോത്ത് പോലെ കിടന്നുറങ്ങോ എന്ന് ചോദിക്കുകയാണ് മനു. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും നേരെ വെളുക്കോളം വർത്താനം പറഞ്ഞിരിക്കും എന്ന് പറയണം. പിന്നെ ബാലചന്ദ്രൻ അടുത്ത് വന്നിരുന്നിട്ട് അലീനയുടെ സുഖവിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വേദനയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. ആ സമയത്ത് അലീന പറയുന്നുണ്ട് അങ്ങനെ എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഒരു വേദനയുണ്ട് എന്ന് പറയണം. മസിൽസിൻ്റെ വേദനയാണ്, വയറിൻ്റെ മസിൽസാണ് വേദനിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയണം അലീന. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് മുറിവ് വലിയുന്നുണ്ടാവും, സ്റ്റിച്ച് ഇട്ടേക്കുന്നതല്ലേ, അപ്പം മുറിവ് വലിയുന്നതാണ്, അതാണ് വേദന എന്ന് പറയണം. എന്നാൽ മനു നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുമ്പോൾ ശരി അങ്ങളെ എന്ന് പറയണം. എന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട് അതെ വെറുതെ അവളെ വർത്താനം പറഞ്ഞ് കുഴപ്പത്തിലാക്കരുത്, നന്നായിട്ട് നോക്കിക്കൊള്ളണം എന്ന് പറയുമ്പോൾ അത് ഞാൻ ഏറ്റു എന്ന് പറയണം കൃഷ്ണമോള്. അങ്ങനെ മനു അവളോട് യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ, അലീനയോട് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അവർ പോയ ഉടനെ കൃഷ്ണമോൾ അലീനയുടെ അടുത്ത് വന്നിട്ട് ഇന്ന് ചേച്ചി ഫുൾ എൻ്റെ കൺട്രോളിലാണ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്താ മോളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാനാണ് ചേച്ചിയെ കൺട്രോൾ ചെയ്യുന്നത്, എൻ്റെ കൺട്രോളിലാണ് ചേച്ചി, ഞാൻ പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് അനങ്ങാതെ ഇവിടെ ഇരുന്നോളണം അല്ല കിടന്നോളണം എന്ന് പറയണം. ഓ എന്ന് ഇളയറാണി തമ്പുരാട്ടിയുടെ ഉത്തരവല്ലേ എന്ന് ചോദിക്കുന്ന അവർ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. പിന്നീട് കൃഷ്ണമോൾ പോയി ബാഗിൽ നിന്ന്
ചോക്ലേറ്റ് എടുത്തുകൊണ്ട് വരികയാണ്. ഒരു കവർ എടുത്തുകൊണ്ട് വന്നിട്ട് കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ചോക്ലേറ്റ് ആണെന്ന് പറയണം. എന്താ വിശേഷം എന്ന് ചോദിക്കുകയാണ്. അലീന ചേച്ചിക്ക് കുത്തി കിട്ടി ഹോസ്പിറ്റലായി. എൻ്റെ പൊന്നുമോളെ, നീ എന്നെ ചിരിപ്പിക്കല്ലേ, എനിക്ക് കുത്തി കിട്ടിയ സംഭവം നീ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് ഇതൊക്കെ ചരിത്ര സംഭവങ്ങളല്ലേ എന്ന് പറയണം കൃഷ്ണമോള്. അലീന ആ കവർ പൊട്ടിച്ച് ഒരു കഷ്ണം ചോക്ലേറ്റ് എടുത്ത് കൃഷ്ണമോളുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇന്ന് രാത്രി ചേച്ചിക്ക് ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തരാട്ടോ എന്ന് പറയണം. നീ എവിടെ നിന്ന് വാങ്ങിക്കും ചിക്കൻ ബിരിയാണി എന്ന് ചോദിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് വിരൽ തുമ്പിൽ സൂര്യോദയം എന്ന് പറയട്ടോ. ഇത് ഈ ഫോണിൽ നിന്ന് ഒന്ന് കുത്തി കുത്തി വിളിച്ചു കഴിഞ്ഞാൽ ഫുഡ് ഇവിടെ എത്തും, നമുക്ക് പൊളിക്കാം ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും കൃഷ്ണമോൾക്ക് ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ വേണ്ട അത് ചേച്ചി കഴിച്ചാൽ മതി, ചേച്ചിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ എന്ന് പറയണം കൃഷ്ണമോളും. അപ്പോൾ അലീന ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്. അങ്ങനെ അലീന കൃഷ്ണയെ ഇങ്ങനെ നോക്കിയിരിക്കട്ടോ. ഭയങ്കര ഒരു കെമിസ്ട്രിയാണ് അവർ തമ്മിൽ, ഭയങ്കര ഒരു ലവ് അഫെക്ഷനാണ്. നല്ലൊരു സീനാണ് ഇന്നത്തെ എപ്പിസോഡിൽ കൃഷ്ണയും അലീനയും തമ്മിലുള്ളത്. പിന്നീട് കാണിക്കുന്നതാണ് നമ്മൾ കാത്തിരുന്ന സീൻ കേട്ടോ. മനു അങ്ങനെ വീട്ടിലേക്ക് എത്തുകയാണ്, കൊല്ലപ്പള്ളി വീട്ടിലേക്ക് എത്തുകയാണ്. മനു വളരെ ദേഷ്യത്തിൽ കാർ റേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര ദേഷ്യത്തിൽ കാർ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വീണ്ടും റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും ഓടിച്ച് കയറ്റി വെക്കുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യത്തിൽ വീട്ടിലേക്ക് കയറി ചെല്ലണം. ആ സമയത്ത് മനു എന്ന് വിളിച്ചുകൊണ്ട് കമല വരുന്നുണ്ട് കേട്ടോ. നീ ഹോസ്പിറ്റലിൽ നിന്നാണോ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയണം. നിനക്ക് നാണമില്ലേടാ മനു, 2 ദിവസമായാലും നീ വന്നിട്ട് ഇപ്പോഴാണ് നീ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരു വീട്ടുവേലക്കാരിക്ക് കാവലിൽ നിൽക്കാനും അവൾക്ക് ചായ വാങ്ങിച്ചു കൊടുക്കാനും നിനക്ക് നാണമില്ലെന്ന് ചോദിക്കുമ്പോൾ ഹരി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഒന്നും അതിന് മറുപടി കൊടുക്കാതെ വീണ്ടും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഒരു നാണം കെട്ടവനാണല്ലോ നീ, ഒരു അന്തസ്സില്ലേടാ നിനക്ക്, നീ അത് കളഞ്ഞു കുളിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഹരി എവിടെയെന്നാണ് ചോദിച്ചതെന്ന് പറയണം ദേഷ്യത്തിൽ. അപ്പോൾ കമലൊന്ന് ഭയന്ന് പോകുന്നുണ്ട്. അവൻ്റെ മുകളിൽ അവൻ്റെ റൂമിലുണ്ട് എന്ന് പറയണം. മുകളിലേക്ക് സ്റ്റെപ്പ് ഓടി കയറുകയാണ് മനു. ആ സമയത്ത് കമല ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം, നീ അവിടെ നിന്ന് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഒന്നും പറയാതെ ഓടി കയറി ഹരിയുടെ റൂമിൻ്റെ മുന്നിൽ എത്തിയിട്ട് ഡോറ് തുറക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ഡോറ് ലോക്കാട്ടോ, തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ സമയത്ത് ഹരി വന്ന് ഡോറ് തുറക്കുകയാണ്. മുന്നിൽ മനുവിനെ കണ്ടിട്ട് ഒന്ന് പതറിയെങ്കിലും ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മനുവേട്ടൻ ഇങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുകയാണ്. മനു ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ഹരിക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. മനു ആണെങ്കിൽ അകത്ത് കയറിയിട്ട് കഥ കടച്ച് ലോക്ക് ചെയ്യാണ്. ഹരി ആകെ പതറി പോകുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയാതെ എന്താ മനുവേട്ട എന്ന് ചോദിക്കുകയാണ്. ചോദ്യം പറച്ചിലൊന്നുമില്ല. മനു ഒരൊറ്റ അടി കൊടുക്കുകയാണ്. എന്താ മനുവേട്ട, എന്തിനാ എന്നെ അടിക്കുന്നതെന്ന് ചോദിച്ച് വീണ്ടും ഹരി എഴുന്നേറ്റ് വരുമ്പോൾ വീണ്ടും കൊടുക്കുകയാണ്. അപ്പോഴും ചോദിക്കുന്നുണ്ട്, എന്തിനാ എന്നെ അടിക്കുന്നത്, എന്നെ അടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും കൊടുക്കുകയാണ്. അങ്ങനെ പൊതിരെ തല്ലുന്നുണ്ട് ഹരിയെ മനോട്ടോ. ഏതിനാന്നൊന്നും പറയാതെ തല്ലുന്നുണ്ട്. എന്നെ കൊല്ലുന്നൊക്കെ ആദ്യമൊക്കെ വാശി കയറിയിട്ട് ഹരി പറയുന്നുണ്ട്. പിന്നീട് എന്നെ തല്ലല്ലേ മനോട്ട, എന്നെ തല്ലല്ലേ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെഞ്ചി കറിയട്ടോ. അതേസമയം കമല ഓടി വന്നിട്ട് ഡോറിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹരി മനു കഥക് തുറക്ക്, എന്താ അവിടെ നടക്കുന്നത്, ഈശ്വര എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, ഒന്ന് കഥക് തുറന്ന് മനു ഹരി എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ മനു പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുന്ന, കഴുത്തിന് പിടിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ. ലാസ്റ്റ് മനു ചോദിക്കുന്നുണ്ട്, നീ എന്നോട് ചോദിച്ചില്ലേ എന്തിനാ ഞാൻ നിന്നെ തല്ലിയതെന്ന്, നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും തല്ലിയാണ്. വീണ്ടും കഴുത്തിനെ കുത്തി പിടിച്ചിട്ട് ഒരുപാട് തല്ലുന്നുണ്ട്. വീണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സിലായോടാ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഹരി മനസ്സിലായി എന്ന് പറയട്ടോ. അപ്പോൾ വീണ്ടും തല്ലിയാണ്, പൊതിരെ തല്ലിയാണ്. ആ സമയത്താണൊക്കെ കമല ഡോറിൽ മുട്ടിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കമലയുടെ മുന്നിലേക്ക് അവൻ്റെ ഷർട്ടിനെ കുത്തി പിടിച്ചുകൊണ്ട് ഡോറ് തുറക്കുകയാണ് മനു. എന്നിട്ട് ഹരിയോട് തന്നെ പറയുന്നുണ്ട്, പറയടാ എന്തിനാണ് ഞാൻ നിന്നെ തല്ലിയതെന്ന് പറയടാ എന്ന് പറയുമ്പോൾ പറയാൻ മടിച്ച് നിൽക്കട്ടോ. ആ സമയത്ത് ഹരിയെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുകയാണ്. അപ്പോൾ ഹരി എല്ലാ കാര്യങ്ങളും പറയണം. ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് കടപ്പാട്ടൂർ പോയിട്ട് രോഹിത്തും വന്നിട്ടുണ്ടായിരുന്നു. രോഹിത്തും ഞാനിങ്ങോട്ട് അലിനിയെ വിളിച്ച് റൂമിൽ കയറ്റി, എന്നിട്ട് അവൾക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്തു, എന്നിട്ട് ഞങ്ങൾ അവളെ കയറി പിടിക്കാൻ ചെന്നു എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ടിട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് കമല. ആ സമയത്ത് മനു ആണെങ്കിൽ ബാക്കി കൂടി പറയടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തിനാണ് നിങ്ങൾ കയറി പിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ റേപ്പ് ചെയ്യാനെന്ന് പറയണ ഹരി. അത് കേട്ടിട്ട് കമല ആകെ ഷോക്കായി പോവാണ്. കമലാകെ തകർന്നു പോകട്ടോ. ഹരിയുടെ വായിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോൾ മനു ആണെങ്കിൽ കമലയോട് പറയുന്നത്, അമ്മ ഇങ്ങോട്ട് നോക്ക്, തല താഴ്ത്തി നിൽക്കല്ലേ, ഇങ്ങോട്ട് നോക്ക്, കേട്ടല്ലോ അമ്മ ലാളിച്ച് വഷളാക്കിയിട്ട് വെച്ചിരിക്കുന്ന മകൻ്റെ വീരവാദങ്ങൾ കേട്ടല്ലോ, ഇവനെ കണ്ട് പഠിക്കണം എന്നല്ലേ അമ്മ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. കമലയ്ക്ക് ഒന്നും മിണ്ടാനില്ല കേട്ടോ. കമല ആകെ ഷോക്കിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഹരി പറയുന്നുണ്ട്, അമ്മ എന്നെ കുറേ എന്നെ തല്ലി കൊല്ലാറാക്കി എന്നൊക്കെ പറയുമ്പോൾ നീ പരാതി പറയുന്നോടാ, ഇതിലും അവൾ പരാതി കൊടുത്തിരുന്നെങ്കിൽ നീ 10 വർഷം അവിടെ കിടന്നേനെ, പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ 10 ഇരട്ടി കിട്ടിയാൽ നിനക്ക് തല്ലി, എന്നിട്ട് നീ പരാതി പറയുന്നോ, ഇപ്പോഴും അവൾ പരാതി കൊടുക്കുകയാണെങ്കിൽ നീ ജയിലിലാണ് കിടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയണം ഹരിയോട്. എന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേട്ടല്ലോ കമലോട് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പോൾ തൃപ്തിയായല്ലോ, മകനെ ലാളിച്ച് വഷളാക്കി വെച്ചേക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ കാണാൻ കാത്തിരുന്ന ഒരു സീനാട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ വന്നേക്കുന്നത്. എന്താണെങ്കിലും ഹരിയെ നന്നായിട്ട് പഞ്ഞിക്കിടുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ വഴക്കും പറയുന്നുണ്ട്, കമലയും വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് അവനൊറ്റ തള്ളു കൊടുത്ത ബെഡിലേക്ക് ഇട്ടുകൊണ്ട് മനു അവിടെ നിന്ന് പോവുകയാണേ. മനു ഇങ്ങനെ പോകുന്നത് നോക്കി നിൽക്കുന്ന കമലയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം കമല ഹരിയെ നോക്കുന്നുണ്ട്. അങ്ങനെ ആകെ തകർന്ന് കരഞ്ഞു നിൽക്കുന്ന കമലയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ ഹരിക്കിട്ട് നന്നായിട്ട് പണി കൊടുത്തേക്കാണ് നമ്മുടെ മനു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണല്ലോ കമല കേട്ടത്. ഇങ്ങനെ ഒരു കാര്യം മകൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവുമെന്ന് കമല പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കമലയാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. പിന്നീട് നാളത്തെ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന രേവതിക്കുട്ടിയെ ഫോൺ ചെയ്യുന്ന ഒരു രംഗമാണ്. അലീന രേവതിക്കുട്ടിയോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അത്രയും ബാലചന്ദ്രൻ കേൾക്കാൻ ഇടയാകുന്ന സംഭവമാണ്. അതായത് തന്നെ ആക്രമിച്ചത് ഹരിയും രോഹിതും ആണെന്നുള്ള സത്യം അത് രേവതിക്കുട്ടിയോട് പറയുന്നു. അത് മാത്രമല്ല, അതിലൂടെ അലീന ആരാണെന്നുള്ള അലീനയുടെ ഐഡൻറ്റിറ്റി അവിടെ വെളിപ്പെടുകയാണ് ബാലചന്ദ്രൻ്റെ മുന്നിൽ. അലീന വൈജയുടെ മകളാണ് എന്നുള്ള സത്യം കൂടെ ബാലചന്ദ്രൻ തിരിച്ചറിയുന്ന ഒരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ്.